നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. യു വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ റൈസ് പൗഡർ, 1 സ്പൂൺ മൈദ, 1 സ്പൂൺ കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 20 ഗ്രാം, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ ബീറ്റ് ചെയ്ത ഒരു മുട്ട പകുതി എടുക്കാം നമുക്ക് ഇതിലേക്ക്. 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 സ്പൂൺ ജീരകപ്പൊടി, 2 സ്പൂൺ വിനീഗർ. അപ്പോൾ നല്ല പോലെ ബാറ്റർ മിക്സ് ചെയ്ത് റെഡിയാക്കാം നമുക്ക് കോട്ടിങ്ങിനുള്ളത്. നല്ല പോലെ നമ്മുടെ കോട്ടിങ് തയ്യാറായിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് 2-3 കറിവേപ്പിലയും ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ എരിവും പുളിയും ഉള്ളിലേക്ക് പിടിക്കാവുന്ന രീതിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ ബാറ്റഡ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് ചിക്കൻ ഓയിൽ ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എണ്ണയിൽ കിടന്ന് നല്ലപോലെ തകതകാന്ന് കിടന്ന് ഫ്രൈ ആവട്ടെ. എന്തായാലും ചിക്കൻ നല്ലപോലെ ഫ്രൈ ആവാൻ 2-3 മിനിറ്റ് മാത്രം മതി. മീഡിയം ഫയറിൽ 2-3 മിനിറ്റ് ഒരു സൈഡും അപ്പർ സൈഡ് 2-3 മിനിറ്റും ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ മസാല വെറുതെ കളയേണ്ട എന്തായാലും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2 ആക്കിയതും ഒരു 2 പച്ചമുളക് സൈഡ് വൈസ് കട്ട് ചെയ്തതുമായിട്ടുള്ള പച്ചമുളക് ഇട്ട് നമുക്ക് ഈ മസാലയിൽ ഒന്ന് ഇങ്ങനെ പുരട്ടിയെടുക്കാം. കാരണം മസാലയുടെ ഉള്ളിൽ ഈ മുളകും കറിവേപ്പിലയും കൂടി ആകുമ്പോൾ ആ മസാല നല്ലപോലെ മുകളിലോട്ടി പിടിച്ച് ചിക്കനെ പോലെ തന്നെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഈ മസാല എടുത്ത് ചിക്കൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ആഹാ, എന്താ ഭംഗി! എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവണം. അത് മാത്രം ഞങ്ങൾക്കുള്ള പ്രചോദനം. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, 2-3 ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഈ 65 നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയങ്ങളിൽ എന്താ കറക്കണം, റെസ്റ്റോറൻറ്റിൽ കറക്റ്റ് എന്താ റെഡ് കളർ കിട്ടണമെന്നുള്ള സീക്രട്ട് കൂടി പറഞ്ഞുതരാം. ബ്ലാക്ക് പെപ്പർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈ സാധനങ്ങൾ, ഗരം മസാല, ഇതൊക്കെ കൂടുമ്പോഴാണ് ഈ 65യുടെ കളർ ഫെയ്ഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്തിട്ടില്ല. ബ്ലാക്ക് പെപ്പർ താല്പര്യമുള്ളവർ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ ചിക്കൻ മസാലയും ബ്ലാക്ക് പെപ്പറും വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാലയും മിക്സ് ചെയ്ത് മുകളിലൊന്ന് ഈ ഫ്രൈ ചെയ്തതിന് ശേഷം മുകളിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇത് വിത്തൗട്ട് കളർ, വിത്തൗട്ട് അജിനോമോട്ടോയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കളർ ആഡ് ചെയ്യാം, അജിനോമോട്ടോ ആഡ് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.